ഒരൊറ്റ കാര്യം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പാലക്കാട് ജില്ലാ തെരഞ്ഞെടുപ്പ് പരിശീലന വിഭാഗം ഒരുക്കുന്ന പരിശീലനത്തിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരൊറ്റ കാര്യം 3-ാം അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത് പോളിംഗ് ബൂത്ത് സജ്ജീകരണത്തിൽ പോളിംഗ് ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നതിനെ കുറിച്ചാണ്. പോളിംഗ് സ്റ്റേഷൻ സജ്ജീകരിക്കുന്നതിന് നിങ്ങൾക്ക് ദിശാബോധം നൽകുന്ന രൂപത്തിലുള്ള ഒരു രേഖാചിത്രമാണ് നിങ്ങൾ കാണുന്നത്. ഈ രേഖാചിത്രത്തിൽ കാണിച്ചതുപോലെ വോട്ടർമാർ പ്രവേശിക്കുന്ന വഴിയിൽ അവരെ ആദ്യമേ തന്നെ കാണുന്ന രൂപത്തിലായിരിക്കണം 1-ാം പോളിംഗ് ഓഫീസറുടെ ഇരിപ്പിടം. തുടർന്ന് 2-ഉം 3-ഉം പോളിംഗ് ഓഫീസർമാരുടെ ഇരിപ്പിടം സജ്ജമാക്കണം. ഈ പോളിംഗ് ഓഫീസർമാരുടെ മുന്നിലായി പ്രിസൈഡിംഗ് ഓഫീസറുടെ ഇരിപ്പിടവും പുറകുവശത്തായി പോളിംഗ് ഏജന്റുമാരുടെ ഇരിപ്പിടവും സജ്ജമാക്കേണ്ടതുണ്ട്. പോളിംഗ് സ്റ്റേഷൻ സജ്ജീകരിക്കുന്നതിൽ പോളിംഗ് ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ആദ്യത്തേത്, പോളിംഗ് സ്റ്റേഷന് പുറത്ത് വോട്ടർമാർക്ക് തണലിനു കീഴിൽ വരിയായി നിൽക്കുന്നതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. 2 വാതിലുകൾ ഉണ്ടെങ്കിൽ അകത്തേക്കും പുറത്തേക്കുമുള്ള വഴി ആദ്യമേ നിശ്ചയിക്കണം. ഒരു വാതിൽ മാത്രമേ ഉള്ളൂ എങ്കിൽ കയറോ മുളയോ ഉപയോഗിച്ച് വേർതിരിച്ച് 2 വഴികളാക്കണം. ലഭിക്കാവുന്ന പരമാവധി സ്ഥലം വോട്ടർമാരുടെ സുഗമമായ ഉപയോഗത്തിന് ഉപകരിക്കുന്ന രീതിയിലായിരിക്കണം പോളിംഗ് സ്റ്റേഷന്റെ സജ്ജീകരണം. വോട്ടർ ബൂത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ പോളിംഗ് ഏജന്റുമാർക്ക് അവരെ കാണാവുന്ന വിധത്തിലായിരിക്കണം പോളിംഗ് ഏജന്റുമാരുടെ ഇരിപ്പിടങ്ങൾ. വോട്ടിംഗിന്റെ സ്വകാര്യത നഷ്ടപ്പെടാത്ത തരത്തിൽ ആവശ്യമായ വെളിച്ചമുള്ളയിടത്താണ് വോട്ടിംഗ് കമ്പാർട്ട്മെന്റ് സ്ഥാപിക്കേണ്ടത് എന്ന് പ്രത്യേകം ഓർക്കണം. പോളിംഗ് ഏജന്റുമാരുടെ ഇരിപ്പിട ക്രമീകരണത്തിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ച മുൻഗണന അവലംബിക്കുവാൻ പോളിംഗ് ഉദ്യോഗസ്ഥർ തയ്യാറാവണം. പോളിംഗ് സ്റ്റേഷനിലെ പോളിംഗ് ഏജന്റുമാരുടെ ഇരിപ്പിട ക്രമീകരണത്തിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വച്ചിട്ടുള്ള മുൻഗണനാ ക്രമം ഇതാണ്: ദേശീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാർ, സംസ്ഥാന പാർട്ടികളുടെ സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാർ, മറ്റു സംസ്ഥാനങ്ങളിലെ അംഗീകൃത പാർട്ടികളുടെ സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാർ, സംസ്ഥാനത്തെ അംഗീകാരമില്ലാത്ത രജിസ്റ്റർ ചെയ്തിട്ടുള്ള പാർട്ടികളുടെ സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാർ, സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാർ. ഈ മുൻഗണനാ ക്രമം അനുസരിച്ച് ഇരിപ്പിടങ്ങൾ തയ്യാറാക്കുവാൻ പോളിംഗ് ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കണം. വീണ്ടും പോളിംഗ് സ്റ്റേഷൻ സജ്ജീകരണത്തിലേക്ക്. പോളിംഗ് സ്റ്റേഷന് പുറത്ത് വോട്ടർമാർക്ക് ഉപയോഗിക്കുന്നതിനായി ആവശ്യമായ കുടിവെള്ളം ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. പോളിംഗ് ബൂത്തിനകത്തും പരിസരത്തും ആവശ്യമായ ലൈറ്റിംഗ് സൗകര്യങ്ങൾ ഉറപ്പുവരുത്തണം. പോളിംഗ് സ്റ്റേഷന് പുറത്ത് വോട്ടർമാർക്ക് കാണാവുന്ന രീതിയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ച പോസ്റ്ററുകൾ പതിച്ചിരിക്കണം. പോളിംഗ് സ്റ്റേഷൻ അഥവാ പോളിംഗ് ബൂത്തിന് പുറത്ത് പ്രദർശിപ്പിക്കേണ്ട പോസ്റ്ററുകൾ ഏതൊക്കെയാണ്? 1. പോളിംഗ് ഏരിയയും വോട്ടർമാരുടെ വിവരങ്ങളും കാണിക്കുന്ന പോസ്റ്റർ. 2. ഫോറം 17A പറയുന്ന ഫോർമാറ്റിലുള്ള മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ അടങ്ങിയ പോസ്റ്റർ. 3. ഒന്നിലധികം പോളിംഗ് ബൂത്തുകൾ ഒരേ കെട്ടിടത്തിലോ ഒരേ ലൊക്കേഷനിലോ പ്രവർത്തിക്കുന്നുവെങ്കിൽ തിരിച്ചറിയുന്നതിനാവശ്യമായ സൈനേജുകളുള്ള പോസ്റ്റർ. ഈ 3 പോസ്റ്ററുകളും നിർബന്ധമായും പോളിംഗ് ബൂത്തിന് പുറത്ത് പതിക്കേണ്ടതാണ്. പോളിംഗ് സ്റ്റേഷനിലോ അതിന്റെ അടുത്ത പരിസരത്തോ പ്രദർശിപ്പിച്ചിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളുടെ ഫോട്ടോകൾ, ചിത്രങ്ങൾ, തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ, മുദ്രാവാക്യങ്ങൾ എന്നിവ നീക്കം ചെയ്യുകയോ മറയ്ക്കുകയോ ചെയ്യണം. പോളിംഗ് സ്റ്റേഷനകത്ത് പെട്ടെന്ന് തീപിടിക്കാൻ സാധ്യതയുള്ള സ്റ്റൗ, മണ്ണെണ്ണ, ഗ്യാസ് സിലിണ്ടർ തുടങ്ങിയവ ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതും പോളിംഗ് ഉദ്യോഗസ്ഥരുടെ കടമയാണ്. പോളിംഗ് സ്റ്റേഷൻ സജ്ജീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പോളിംഗ് ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഒരൊറ്റ കാര്യത്തിന്റെ 3-ാം അധ്യായത്തിൽ സൂചിപ്പിച്ചത്. ഈ 3-ാം അധ്യായം ക്രോഡീകരണവും ഡിസൈനും നടത്തിയത് മധു പി, സംസ്ഥാന മാസ്റ്റർ ട്രെയിനർ ആൻഡ് സ്പെഷ്യൽ തഹസിൽദാർ, LA KPIC പാലക്കാട്. ഏവർക്കും നന്ദി.